നിങ്ങൾക്ക് ഡെയിലി വെയറിനോ ഗിഫ്റ്റിംഗ് പർപ്പസിനോ ഒക്കെ ആയിട്ട് ഗോൾഡ് ജ്വല്ലറി മേടിക്കണം, എന്നാൽ ഒരുപാട് എക്സ്പെൻസീവ് ആവാൻ പാടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഗോൾഡിന് ഇത്രയൊക്കെ റേറ്റ് കൂടി നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐ എം അശ്വതി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് സാധാരണ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള തിൻ ജ്വല്ലറീസ് ഇടാനാണ് താല്പര്യം. സാധാരണ ലേഡീസ് സ്റ്റോറിൽ നിന്ന് അങ്ങനത്തെ മാലയൊക്കെ മേടിക്കുമ്പോൾ അത് പെട്ടെന്ന് കളറ് പോകും, പിന്നെ അത് കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണ്. പിന്നീടാണ് ഞാൻ സിൽവർ ജ്വല്ലറീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സിൽവറിൽ ഗോൾഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡ് പ്ലേറ്റിംഗ് ആയിട്ട് വരുന്നത് കുശാലീസ് പോലുള്ള സ്റ്റോഴ്സിൽ നിന്നൊക്കെയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇതൊരു 3000 റേഞ്ച് അത്രയ്ക്കൊക്കെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്യാനോ നമ്മളത് മേടിച്ചാൽ പിന്നെ യൂസ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ അത് നമുക്ക് ബൈബാക്കോ എക്സ്ചേഞ്ചോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പൊതുവെ ഇടയ്ക്കിടയ്ക്ക് ജ്വല്ലറീസ് മാറ്റുന്നത് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഗോൾഡ് ജ്വല്ലറി മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റീസെൻ്റ്ലി ക്യാരറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു ജ്വല്ലറിയിൽ പോയത്. ഇത് ടാറ്റയുടെ ഒരു സബ്സിഡറി ബ്രാൻഡാണ്. ഞാൻ അവിടുന്ന് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതൊരു ഗോൾഡ് ചെയിൻ വിത്ത് പെൻഡൻറ്റും ഒരു ഇയറിങ്ങും ഒരു ബ്രേസ്ലെറ്റും. ഞാനിത് മേടിക്കുമ്പോൾ ഗോൾഡിന് ഓൾമോസ്റ്റ് ഒരു 90,000 വിലയുള്ള സമയമായിരുന്നു. പക്ഷേ ഇത് മൂന്നും കൂടെ ഞാൻ മേടിച്ചത് 58,000-നാണ്. പ്ലസ് എനിക്കൊരു 1/2 ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ, 24 ക്യാരറ്റ് ഗോൾഡ് കോയിൻ ഗിഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അവിടെ അങ്ങനെ ഓഫേഴ്സ് വരാറുണ്ട്. 58,000 ഓഫ് കോഴ്സ് ഒരു ചെറിയ എമൗണ്ട് അല്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ ഒരു ജ്വല്ലറി പിന്നീട് എക്സ്ചേഞ്ച് ചെയ്യും, ലൈഫ് ടൈം എക്സ്ചേഞ്ച് അവർ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കിത് ഭാവിയിൽ ഇനി വേണ്ട സെല്ല് ചെയ്യാനാണെങ്കിൽ അപ്പോഴും ഗോൾഡിൻ്റെ റേറ്റ് നമുക്ക് ഉറപ്പായിട്ടും അന്നത്തെ റേറ്റ് കിട്ടും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് എന്നെപ്പോലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസ് ഇടാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക്. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യൂട്ട് പാക്കേജിങ്ങിലാണ് പ്രോഡക്റ്റ്സ് വരുന്നത്. ഞാൻ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള സ്റ്റഡ് ഇയറിങ്സ് ആണ്. ഇതിൻ്റെ ഗോൾഡ് വെയ്റ്റ് വന്നിട്ട് ഒരു 0.993 ഗ്രാംസും ഡയമണ്ട് 0.047 ക്യാരറ്റുമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 15,476 ആണ് ആയത്. അടുത്തത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതിൻ്റെ ഗോൾഡ് വെയ്റ്റ് വന്നിട്ട് 1.102 ഗ്രാമും ഡയമണ്ട് 0.03 ക്യാരറ്റും ആയിരുന്നു. ഇതിൻ്റെ പ്രൈസ് 17,399 ആയിരുന്നു. നെക്സ്റ്റ് മേടിച്ചത് ഈ പെൻഡൻറ്റ് വിത്ത് ചെയിൻ ആയിരുന്നു. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് പെൻഡൻറ്റ് മാറ്റി മാറ്റി ഇടാൻ പറ്റുന്ന ഒരു ചെയിനായിട്ട് എടുത്തതാണ്. ചെയിൻ്റെ വെയ്റ്റ് വന്നിട്ട് 1.8 ഗ്രാമാണ് ഗോൾഡ്. സോ അതിൻ്റെ പ്രൈസ് ഒരു 19,539-ഉം. പെൻഡൻറ്റ് ഇതിൻ്റെ ഗോൾഡ് വന്നിട്ട് 0.313 ഗ്രാമും ഡയമണ്ട് 0.012 ക്യാരറ്റും ആയിരുന്നു. അതിൻ്റെ പ്രൈസ് 4,993. സോ ഈ 3 ഐറ്റംസിനും കൂടി ഞാൻ സ്പെൻഡ് ചെയ്തത് 58,000 ആയിരുന്നു, ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട്. കൂടാതെ എനിക്ക് 0.5 ഗ്രാമിൻ്റെ ഒരു 22 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് കോയിനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. ഇത്ര ചെറിയ പ്രൈസ് റേഞ്ച് കണ്ടപ്പോൾ ഇത് ഗോൾഡ് ജ്വല്ലറി തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവാം. ഗോൾഡ് തന്നെയാണ്, പക്ഷേ 22 ക്യാരറ്റ് അല്ല. ആ ബ്രേസ്ലെറ്റും ചെയിനും 14 ക്യാരറ്റും ഇയറിങ്സ് 9 ക്യാരറ്റും ആണ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ചെറിയൊരു പ്രൈസ് റേറ്റിൽ നമുക്കത് കിട്ടിയത്. സാധാരണ ഡയമണ്ട് ജ്വല്ലറീസ് എല്ലാം ഒരു 18 ക്യാരറ്റിലാണ് പൊതുവെ എല്ലാ ജ്വല്ലറീസിലും ഞാൻ കണ്ടിട്ടുള്ളത്. ക്യാരറ്റ് ലൈനിൽ റീസെൻ്റ്ലി ആണ് ഇപ്പം എനിക്ക് തോന്നുന്ന ഈ ഒരു ഗോൾഡ് റേറ്റ് ഒക്കെ ഒരുപാട് ഹൈ ആയപ്പോഴാണ് ഇവർ 9 ക്യാരറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. 9 ക്യാരറ്റ് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും, നല്ല യെല്ലോ ഗോൾഡിൻ്റെ ആ ഒരു കളർ ആയിരിക്കില്ല. പക്ഷേ ഇയറിങ്സ് ഒക്കെ ആയിട്ട് എനിക്കത് നല്ല ആപ്റ്റായിട്ടാണ് തോന്നിയത്. പൊതുവെ എല്ലാ ജ്വല്ലറിയിലും ഈ ഡയമണ്ട് ജ്വല്ലറീസിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂസ് ഒരു 95% ഒക്കെയാണ് തരാറുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അന്നത്തെ ഗോൾഡ് റേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് വാല്യൂ നമുക്ക് കിട്ടുമെന്നാണ്. എന്തായാലും ഞാൻ ഈ ജ്വല്ലറി അധികം വൈകാതെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിൽ ഇൻഫോം ചെയ്തേക്കാം. മറ്റൊരു കാര്യം, ഇവിടെ അത്യാവശ്യം നല്ല ഒരു മേക്കിംഗ് ചാർജ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു ജ്വല്ലറി തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഓഫേഴ്സ് മിക്കവാറും റൺ ചെയ്യാറുണ്ട്.
ഇപ്പം ഈ ഒരു 1/2 ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ അത് 30,000 മിനിമം ഡയമണ്ട് പർച്ചേസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വാല്യൂവും പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് അന്നത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് കിട്ടുന്നതും കൊണ്ടാണ് ഞാൻ ഈ ഒരു ജ്വല്ലറി ചൂസ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ജ്വല്ലറി നിങ്ങൾക്കുള്ളതല്ല. ഇത് ഡെയിലി വെയർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് നിങ്ങൾക്ക് എന്നും യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം ട്രെൻഡി സാധനങ്ങൾ വേണമെങ്കിൽ അത് ഇവിടെ കിട്ടുമെന്നേ ഉള്ളൂ. ലൈറ്റ് വെയ്റ്റ് മാത്രമല്ല, ഞാനവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല നെക്ലസ്, നെക്ക് പീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. റിങ്സും അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ്. ഐ തിങ്ക് എറണാകുളത്ത് അവർക്ക് 2 സ്റ്റോർ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ലൈറ്റ് വെയ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഗോൾഡ് ജ്വല്ലറീസ് ഇടാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഐ എം അശ്വതി സൈനിങ് ഓഫ്. ബൈ ബൈ.